കനകം. ஆமா. നീ ഇതുവരെ റെഡി ആയില്ലയോ? நான் எப்பவே ரெடி அம்மா. എങ്ങോട്ടാ രണ്ടുപേരും? ഞങ്ങൾ ഒരിടം വരെ പോന്നു. അതല്ലേ ചോദിച്ചാ എങ്ങോട്ടാന്ന്? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ആഹാ, രണ്ടുപേരും കൂടെ എങ്ങോട്ടോട്? അതാ ഞാൻ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നത്. പക്ഷെ അമ്മൂമ്മ ഭയങ്കര മൊട, പറയുന്നില്ല. എങ്ങോട്ടോ ചേച്ചി? நாங்க പറയണ്ട. ചേടാ, ഇതിന് മാത്രം കലിപ്പിടം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതെ, പറയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളോട് പറയും. ഞങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. അതിപ്പോ എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ ഇത്രയും പ്രായമായില്ലേ അമ്മൂമ്മ? സ്വന്തം കാര്യം സ്വയം നോക്കണം. സ്വന്തമായിട്ട് തന്നെയാ നോക്കുന്നത്, അല്ലാതെ വേറെ ആരും നോക്കാനില്ല. ലച്ചു, രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി വല്ല അമ്പലത്തിൽ പോണതായിരിക്കും. ഓ, ഇപ്രായത്തിൽ ഞങ്ങൾക്ക് അമ്പലത്തിലല്ലേ പോകാൻ സ്ഥലമുള്ളൂ, വേറെ ഒന്നും പോകാൻ സ്ഥലം ഇല്ലല്ലോ. അല്ലാതെ പിന്നെ വേറെ എങ്ങോട്ടാ അമ്മൂമ്മക്ക് പോണ്ടേ? അത് തന്നെ, ഈ പ്രായമായവർക്ക് ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അമ്പലം. എന്ത് നമ്മ അങ്ങനെ? അമ്പലത്തിൽ എല്ലാ പ്രായക്കാർക്കും പോവാലോ. அதே மாதிரி இன்னைக்கு நாங்க ஒண்ணுமே சமைக்கலப்பா. വൈ വൈ വേണമെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണം. ആ, അത് ലച്ചു ഉണ്ടായിക്കോളും. ലച്ചു ആണെങ്കിൽ രാവിലെ ഒരു പറയായിരുന്നു. അല്ല, നമ്മൾ ഒരുമിച്ചുണ്ടാക്കും. ആട്ടെ, പോയിട്ട് എപ്പോ വരും? അതെ, നിങ്ങൾ പോന്നിടത്തും വരുന്നിടത്തും ഒക്കെ എപ്പോ പോവും എപ്പോ വരും എന്ന് വല്ലോ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പോ പോന്നു, തോന്നുമ്പം വരുന്നു, അങ്ങനല്ലയോ? ശരിയാ. വഴക്കുണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടാ. എങ്ങോട്ടാന്ന് വെച്ചാൽ രണ്ടുപേരും പോയിക്കോ, സേഫ് ആയിട്ട് തിരിച്ചു വന്നാ മതി. ബൈ ബൈ. എന്നാ പിന്നെ നമുക്ക് പോവാം. Thank you. പോയിട്ട് വരാം. നാളെ എങ്ങോട്ടായിരിക്കും രണ്ടുപേരും കൂടെ? എടേ, ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുവുള്ളൂ. നല്ല വിശക്കുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാം. വാ, നമുക്ക് മുട്ട റോസ്റ്റും ബ്രെഡും പിടിച്ചാലോ? അത് വേണം, അത് പൊളിച്ചു വാ. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്തിനാ? ആന്റിനെ ഞാൻ വിളിച്ചാ എടുക്കൂലല്ലോ. വിളിക്കണേ? വേറെ ആര്? അമ്മൂമ്മനെ അങ്ങനെ ആന്റീന്. അവര് പുറത്തെങ്ങാണ്ട് പോയതല്ലേ? അതെ, എങ്ങോട്ടാ പോയെന്ന് പറയാൻ പാടില്ല. അവരാണെങ്കിൽ കാണുന്നുമില്ല. അമ്മൂമ്മയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ആന്റിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. അമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ? അതിന് അമ്മൂമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ കനകേച്ചിയെ വിളിച്ച്, കനകേച്ചി ഫോൺ കണക്ട് ആവണല്ല. അതെ, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരിങ്ങോട്ട് തന്നെ തിരിച്ചെത്തൂന്നേ. അല്ല, എന്നാലും എങ്ങോട്ടാ പോയെന്നൊന്നും അറിയാതെ നമുക്ക് ഇങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും. പടവലത്തേക്ക് എഴുതാനും വെക്കാണോ? പടവലത്തൊന്നും പോയിട്ടില്ല. ഞാൻ ഉമേഷാനെ വിളിച്ചു ചോദിച്ചു. വരുന്നു ചായ മിസ് ഇരട്ടകള്. കഴിഞ്ഞോ ഊരുതണ്ടല്? കഴിഞ്ഞില്ലെങ്കിൽ അല്ല, കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നേ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ, അമ്മൂമ്മയുടെ കൂടെ നടന്ന് നടന്ന് കനകാന്റി വരെ വഴി തെറ്റി. അത് അവള് സഹിച്ചു. എന്തായാലും നിന്റെ കൂടെ നടന്ന് എന്റെ മരുമോള് വഴി തെറ്റേണ്ട അത്രയാവത്തില്ല. എന്തായാലും അത് കറക്റ്റ് അല്ല, രണ്ടാളും കൂടെ എങ്ങോട്ട് പോയതാ? അതൊക്കെ ഉണ്ട്. അതെ, ഇനി എവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണം. മനുഷ്യന് ഇവിടുന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഫോൺ വിളിച്ചെടുക്കണം. ഈ ഫോൺ തന്നേക്കുന്ന എന്തിനാ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനാ? അതെ, ലച്ചു പറഞ്ഞത് പോയിന്റ് ആണ്. ബിപിയും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. ആർക്ക്? ഫോണിനോ? അല്ല, പ്രായമായി വരാണേ, എപ്പം വേണമെങ്കിലും വരാം. ഇതൊക്കെ என்ன கௌரி இது? அப்படி ஒரு பேச்சு. அம்மா வந்து ரொம்ப ஹெல்த்தி. തെണ്ടി തിരിഞ്ഞ് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ വേണ്ട, ഞങ്ങൾ കഴിച്ചു. കനകം, come on. രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. சித்து, ரொம்ப தேங்க்ஸ்ப்பா. ആന്റി എന്താ നിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം? എന്തായാലും രണ്ടുപേരും കൂടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. വല്ല ഭജനയ്ക്കും പോയതായിരിക്കും. ഭജനയ്ക്ക് പോയ ഭക്തി മൂടൊന്നും അല്ല മുഖത്ത്, ഏതോ പാർട്ടിക്ക് പോയ മൂടുണ്ട്.